Good morning. Sorry, Good good morning. afternoon. Good morning, ma'am. Morning, ma'am. Ma'am. Good afternoon, ma'am. Good afternoon. In the prayer, are ഞാൻ ചെയ്യാം മാം. okay. Walking with the Lord, we are walking in morning. Lift up your hearts, we are walking with God. Singing to the Lord, we are singing in the sunshine. Lift up your head, for you are singing to the Lord. Hand in hand with everyone, we are walking, walking. Black and white and brown together, walking, walking. Singing new songs now, living new lives, building new bridges, walking distance smile, walking with the Lord. We are walking in the morning. Lift up your heart, for you are walking with God. Thank you, ma'am. Last class, എടുത്ത് നിർത്തിയത് ഓർമ്മയുണ്ടോ? പീരീഡ് ഓഫ് എംബ്രിയോ എന്ന ആ ഒരു പോർഷൻ വരെ, പീരീഡ് ഫ്രം 2nd to 8th week after conception എന്നുള്ള ആ അവിടം വരെ എടുത്തത്. നമ്മള് ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് പറഞ്ഞ ലൈഫാണ് പറഞ്ഞത്. നെക്സ്റ്റ് പീരീഡ് ഓഫ് ഓവം പറഞ്ഞു. എന്താ പറയുക, കൺസെപ്ഷൻ ടു 2nd വീക്ക് വരെയാണ് പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2nd വീക്ക് ടെക്നിക്കൽ എറർ ആയിരിക്കൂടാ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഈ യൂണിറ്റിന്റെ നോട്ട്സ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പില് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നോ? ഇട്ടിട്ടില്ലെങ്കിൽ ഒന്ന് റീസെൻഡ് ചെയ്യാമോ? എടാ, ഈ പോർഷന്റെ നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്തേക്കണേ. കാരണം ഞാൻ ഒത്തിരി ക്ലാസ് മിസ്സായി. ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്ന കാരണം എനിക്ക് ഒത്തിരി ക്ലാസ് മിസ്സായിട്ടുണ്ട്. ഇതിന്റെ നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സെൻഡ് ചെയ്തേക്കണേ. റേഞ്ച് ഇഷ്യൂ ആയിരുന്നു കേട്ടോ. ഓക്കേടാ. ഓക്കെ, നമുക്ക് പോർഷനിലേക്ക് വരാം കേട്ടോ. പീരീഡ് ഓഫ് എംബ്രിയോ ആണ് പറഞ്ഞത്. The first 2 months ആണ് പീരീഡ് ഓഫ് എംബ്രിയോ. ദെൻ ആ ന്യൂ ലൈഫിന് നമ്മൾ എംബ്രിയോ എന്ന് പറയും. ഈ ടൈമിലാണ് ഇന്റേണലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഒരുപാട് ഡിഫറെന്റ് സെൽസുകൾ, ബ്ലഡ് സെൽസ്, ബോൺ സെൽസ്, മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ പീരീഡിലാണെന്ന് പറഞ്ഞു. ദെൻ 8th വീക്ക് ആവുമ്പോഴേക്കും നമ്മുടെ തിന്നി ഹാർട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ ലെഗ്സ്, ലിവർ, സ്റ്റൊമക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത്. ഓക്കെ, നെക്സ്റ്റ് പീരീഡ് ആണ് പീരീഡ് ഓഫ് ഫിറ്റേഴ്സ്. ഫ്രം ദ 8th വീക്ക് അണ്ടിൽ ബർത്ത്. 8th വീക്ക് മുതൽ നമ്മുടെ കുട്ടിയുടെ ജനനം വരെയുള്ള ആ പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയണത്, പീരീഡ് ഓഫ് ഫിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓൾ ദ ഓർഗൻസ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ആ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, കുറച്ചുകൂടി ബിഗ്ഗർ ആവാനും സ്ട്രോങ്ങർ ആവാനും തുടങ്ങുന്ന പീരീഡ് ആണിത്. ഫ്രം ദ 5th month ഓൺവേർഡ്സ് വൺ ക്യാൻ ഹിയർ ത്രൂ എ സ്റ്റെതസ്കോപ്പ്. നമുക്ക് 5th month ആവുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിയുടെ ഹാർട്ട് ബീറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിയർ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ സ്റ്റെതസ്കോപ്പ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് സാധാരണ കൈ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. ദ ബോഡി മൂവ്സ് ഫ്രീലി. അത് നമ്മുടെ ഓക്കെ ഓക്കെ, ബോഡി മൂവ്സ് ഫ്രീലി. നമ്മുടെ ബോഡി എങ്ങനെ ആയിരിക്കും, കുറച്ചും കൂടി ഫ്രീലി ആയിട്ടായിരിക്കും കുട്ടി വയറ്റിലുണ്ടാവുന്നത്. നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനൊക്കെ പറ്റും. വൺ ക്യാൻ ഫീൽ ദ മദർ സ്കിൻ ബൾക്ക് വേർ ദ ആൻസ് ആൻഡ് ലെഗ് കിക്കിംഗ് ഔട്ട്. അമ്മമാരായവർക്കൊക്കെ അറിയാൻ പറ്റും, ഇടയ്ക്ക് കിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ കുഞ്ഞു കൈയൊക്കെ നമുക്ക് കൈയുടെ ഷേപ്പ്, അതേപോലെ കാലിന്റെ ഷേപ്പ് ഒക്കെ ഈ വയറ്റിൽ ഇങ്ങനെ വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സം ബേബീസ് സക്ക് ദർ തംസ്. കുട്ടികള് ചില സമയങ്ങളിൽ എങ്ങനെയാണ് സക്ക് ചെയ്തായിരിക്കും ഫുൾ ടൈം കിടക്കുന്നത്. അല്ലെങ്കിൽ സം യോക്ക് എന്ന് വെച്ചാൽ ചുരുണ്ട് കൂടി കിടക്കുന്ന കുട്ടികളുണ്ടാവും, ഭയങ്കരമായിട്ട് കുഞ്ഞി ചുരുണ്ട് കൂടി കിടക്കും. ചിലവർ സ്ട്രെച്ച് ഔട്ട് ആയിട്ടായിരിക്കും കിടക്കുന്നത്, കൈകാലൊക്കെ നന്നായിട്ട് എന്താ പറയാ വീട്ടിലേക്ക് വെച്ച് കിടക്കും, എവിടെ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത്. അപ്പൊ നമുക്ക് പീരീഡ് ഓഫ് ഫീറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം 8th വീക്ക് അൺടിൽ ബർത്ത് ആണ്. ഈ ടൈമിലാണ് നമ്മുടെ ഓർഗൻസുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്, വളരാനും കുറച്ചുകൂടി സ്ട്രോങ്ങർ ഒക്കെ ആവുന്ന ഈ ടൈമിലാണ്. പിന്നെ നമുക്ക് സ്റ്റെതസ്കോപ്പ് വഴിയും അതേപോലെ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ ഹാർട്ട് ബീറ്റ് എന്ത് കേൾക്കാനായിട്ട് പറ്റും ഈ ടൈം മുതൽ. 5th month ആവുമ്പോൾ തന്നെ നമുക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കാനായിട്ട് പറ്റും. അതേപോലെ കുട്ടിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവണത് 5th ഒരു എന്താ പറയാ 5th month മുതലാണ് കുട്ടിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതപ്പോ അവരുടെ ബോഡി വെച്ചിട്ട് നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതാണ്. നമുക്ക് മാത്രമല്ല സ്കിന്നില് അവരുടെ എന്താ പറയാ കൈയും കാലൊക്കെ ബൾക്കൊക്കെ ചെയ്തിരിക്കണൊക്കെ കാണാനൊക്കെ പറ്റും. കുഞ്ഞി കൈയൊക്കെ ചിലപ്പോ സാധാരണ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ, നമ്മുടെ എക്സ്പീരിയൻസിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോസിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അമ്മയുടെ വയറ്റിൽ ഇങ്ങനെ കാല് വന്ന് നിൽക്കണായിട്ടും കൈ ഇങ്ങനെ കുഞ്ഞി കൈയുടെ പത്തി ഇങ്ങനെ ഇരിക്കണായിട്ടൊക്കെ കാണാൻ പറ്റും. സം ബേബീസ് സക്ക് ദെയർ തമ്പ്. ചില കുട്ടികള് ഈ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് തന്നെ സക്ക് ചെയ്തോണ്ടായിരിക്കും കിടക്കുന്നത്. നമുക്ക് അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവർ വലുതായി കഴിഞ്ഞാലും ആ ഒരു ശീലം അവരെ വിട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, പിന്നെ ചിലവരെങ്ങനെയാണ് ചുരുണ്ട് കൂടിയായിരിക്കും കിടക്കുന്നത്, ചിലവർ സ്ട്രെച്ച് ഔട്ട് ആയിട്ടുള്ള രീതിയിലായിരിക്കും കിടക്കുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. ഈ പീരീഡ് മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ, ഈ പീരീഡ് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അത് പറയാം. അതേപോലെ ഈ പീരീഡ് മിക്കവാറും അമ്മമാരായവരായിരിക്കും ക്ലാസ്സിലുള്ളവര് അല്ലെ, അവരുടെ ഒരു എക്സ്പീരിയൻസ് ആ ടൈമില് അവർ ഫീൽ ചെയ്തൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇപ്പൊ ഹാർട്ട് ബീറ്റ് നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ കൈ കാല എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ പറ്റുമല്ലോ, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല കേട്ടോ. ആർക്കെങ്കിലും ഉണ്ട് അങ്ങനെ അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഫീറ്റസ് എന്താന്ന് മാത്രം പറഞ്ഞാൽ മതി. ആരാ പറയണേ? മാം എനിക്ക് ഉണ്ടായിട്ടുണ്ട് മാം. അത് 5 മാസമല്ല, ഒരു 6-7 മാസം ആയപ്പം നമ്മളിങ്ങനെ
എപ്പോഴും വിളിക്കുമല്ലോ നമ്മൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വാവേ വാവേന്ന് വിളിക്കുന്നത്. അപ്പം ആ ടൈമിലാകുമ്പം മറ്റേ പന്ത് ഉരുണ്ട് വരുന്ന മാതിരി ആ വയറ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ കൈയോ കാലോ ഒക്കെ ചലിപ്പിക്കുന്ന അങ്ങനെ വന്നിട്ടുണ്ട്. എനിക്ക് 6-7 മാസത്തിലാണ്, 6-7 മാസം ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ അവര് കിടന്ന് അനങ്ങുന്ന ആ ഒരു ഇതില് പൊസിഷനില് കൈ ഇങ്ങനെ കൈയായിരിക്കും ബോൾ ഉരുണ്ട മാതിരി ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി വരും എന്ന ടൈം ഉണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ആണോ? പ്രഗ്നൻസി 7 മന്തിൽ ഇതുപോലെ ഹസ്ബൻഡിന്റെ സൗണ്ട് കേൾക്കുമ്പോ കുഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ ഉരുണ്ട് വരുമായിരുന്നു. മുഴച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോ നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ വരും കൈ. അതൊരു പ്രത്യേക അനുഭവമാണ്. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുമായിരുന്നത്. എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല കേട്ടോ. എല്ലാ ബേബീസും ഒരേപോലെ അല്ല, എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോ ബൈ ചാൻസ് എല്ലാം കിട്ടാറ്. ഇതേപോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 9 മന്ത് ഒക്കെ ആയ സമയത്താണ് എന്താ പറയുക, ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അനിയത്തിനോട് വയറുവേദനയാണെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു നോക്കട്ടെ പറഞ്ഞു വയറ് തിരിഞ്ഞിക്കാനൊക്കെ പറഞ്ഞു. ഭയങ്കര വേദന ഉണ്ട്. അപ്പൊ അവൾ നോക്കിയപ്പോ കൊച്ചിന്റെ കൈ വന്ന് നിൽക്കണ്. അപ്പൊ അമ്മ പറഞ്ഞു കൊച്ചി തിരിഞ്ഞു വന്നതാണ്. ഡെലിവറി ഒക്കെ അടുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് കൊച്ചി തിരിഞ്ഞ് കറക്റ്റ് പൊസിഷനിലേക്ക് വന്ന് നിന്നതാണ്. ആ ടൈമിൽ തോന്നില്ല, ഭയങ്കര വയറുവേദന തോന്നി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ പറഞ്ഞത് കൊച്ചു തിരിഞ്ഞ് കറക്റ്റ് ആ പൊസിഷനിലേക്ക് എത്തിയതാണ്, അപ്പൊ കുഴപ്പമൊന്നുമില്ല ബേബിക്ക്, പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അതായിരുന്നു തോന്നിയത്. അപ്പൊ ആ സമയത്ത് കൊച്ചിന്റെ കുഞ്ഞിന്റെ കൈ ഇങ്ങനെ വന്ന് നിൽക്കണത്, നമ്മുടെ എന്താ പറയാ വയറിന്റെ ആ ഒരു ഭിത്തിയിൽ ഇങ്ങനെ വന്ന് കൈ കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഈ പീരീഡിലാണ്. അപ്പൊ ഈ പീരീഡിനെ കുറിച്ച് ആരാ പറയണേ, ഇനി എക്സ്പ്ലെയിൻ ചെയ്യണത്? ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ 8ാം മാസം തൊട്ട് കുഞ്ഞ് ജനിക്കും വരെയുള്ള സമയത്താണ് ഈ ഫീറ്റസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗൻസ് എല്ലാം വളരാനും വലുതാവാനും തുടങ്ങുന്ന സമയമാണത്. പിന്നെ അവർക്ക് നമുക്ക് അവരുടെ സൗണ്ടൊക്കെ ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. പിന്നെ എന്താ നമ്മുടെ ചില കുട്ടികൾ എന്ന് പറഞ്ഞാല് ശരിക്ക് ചുരുണ്ട് കൂടി കിടക്കണേക്കാരം, ചിലര് നേരം പോലെക്കാരം കിടക്കണത്. പിന്നെ അവര് കിക്ക് ചെയ്യാനൊക്കെ തുടങ്ങും. നമ്മളെ വയറിന്റെ അവിടെ കയ്യും കാലൊക്കെ ചലിപ്പിക്കാനും നമ്മളെ ഗർഭാശയ ഭിത്തിയിൽ ചവിട്ടാനൊക്കെ അവർ തുടങ്ങും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എനിക്കൊരു 7ാം മാസമൊക്കെ ആയ സമയത്ത് ഷുഗറിന്റെ ലെവല് നല്ല കൂടിയായിരുന്നു. അപ്പൊ ഷുഗർ ലെവൽ കൂടുമ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ അനക്കക്കുറവ് ഫീൽ ചെയ്തു. 6 മാസം ആകുമ്പോ തന്നെ നമുക്ക് നല്ല അനങ്ങണത് അറിയാൻ പറ്റുമല്ലോ. എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടൊക്കെ കിടക്കുമ്പോ അവര് നല്ല ചവിട്ടും, അവര് അപ്പൊ കളിക്കാൻ തോന്നണു. എന്നിട്ട് ഇത് അനങ്ങണില്ല, കുട്ടി ഒരു 7 മാസമൊക്കെ ആയപ്പോ അനങ്ങണില്ല, അനക്കക്കുറവ് നന്നായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് ടെൻഷനായിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ എന്റെ ഷുഗറിന്റെ അളവ് കൂടിയോണ്ടാണ് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി അനങ്ങാണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അമ്മ എന്താ ചെയ്യാന്നറിയോ, ഒരു പ്ലേറ്റ് ഒരു സ്പൂൺ എടുത്തിട്ട്, സ്റ്റീലിന്റെ പ്ലേറ്റ് സ്പൂൺ എടുത്തിട്ട് എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കൊട്ടും. അപ്പൊ ആ കൊട്ട് കേട്ട അവള് വയറിന്റെ ഉള്ളിൽ നിന്ന് ചവിട്ടാൻ തുടങ്ങും. അങ്ങനെ അപ്പൊ പറയും കുട്ടി ഉറങ്ങിയേക്കാരം, ചിലപ്പോ ചെന്നെ പേടിക്കണം, സൗണ്ട് കേട്ട അവള് നീക്കണ കാണിച്ചാ പറഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് പ്ലേറ്റും വെച്ച് കൊട്ടുമ്പോ അപ്പൊ അവള് നീക്കും. അങ്ങനെ സൗണ്ട് ഒക്കെ കേട്ട അപ്പൊ പ്രതികരിച്ചിരുന്ന ആളകത്തുനിന്ന്. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണ കേട്ടോ, സ്പൂണും കൊണ്ട് ഒരു സൗണ്ട് പ്രത്യേകിച്ച്. ഞാൻ ആ സമയത്ത് എനിക്ക് അനക്കം ഫീൽ ചെയ്യാതിരിക്കുമ്പോ ഞാൻ പഞ്ചസാര കഴിക്കും, മധുരം കഴിക്കുമ്പോ ഭയങ്കര ചവിട്ടും കുത്തൊക്കെയാണ്. അപ്പം ഞാൻ ഇത് ലഡു ഒക്കെ കഴിക്കുന്ന സമയത്ത് ആ ടൈമില് ലഡു ഒക്കെ കഴിക്കണേ ഭയങ്കര ചവിട്ടും കുത്തും, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കാണ്. അപ്പം എനിക്ക് അനക്കം ഫീൽ ചെയ്തില്ലാന്ന് തോന്നുമ്പോ ഞാൻ എന്ത് ചെയ്യും, അപ്പൊ പഞ്ചസാര അല്ലെങ്കിൽ എന്തെങ്കിലും മിഠായോ എല്ലാം തിരിപ്പുണ്ടെങ്കിൽ ഞാൻ അടുത്ത് കഴിക്കും. അപ്പൊ ഇന്നലെ ആളെങ്കിൽ ഉഷാറായി. അതേപോലെ ഷുഗറായ കാരണം പഞ്ചസാര ലഡും തിന്നാൻ പാകല്ലല്ലോ. അപ്പൊ പിന്നെ കുട്ടീനെ എങ്ങനെയല്ലോ ഉണർത്തണ്ടേ, അതിന് വേണ്ടിട്ട് എങ്ങനെ ചെയ്ത് നോക്കും. സൗണ്ട് കേട്ട അവള് നീക്കും ചെയ്തിരുന്നു. ഓക്കെ, ഇനി ബേബി അറ്റ് ബർത്ത്. സാധാരണ രീതിയിൽ കുട്ടി ജനിക്കുമ്പോ എത്ര kg വേണം? 3 kg, അപ് ടു 3 kg വേണം. നോർമൽ വെയിറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത് 3 kg ആണ്. പിന്നെ കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ കരയണമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കുട്ടി പുതിയൊരു എൻവയോൺമെന്റിലേക്ക് വരുന്നത്, അവർക്ക് ഒട്ടും പരിചയമല്ലാത്തൊരു ന്യൂ എൻവയോൺമെന്റിലേക്കാണ് അവർ എന്ത് ചെയ്യണത്, ജനിച്ചു വരുന്നത്. അപ്പൊ ആ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണ്ടേ. ഇത്രയും നാൾ അമ്മയുടെ വയറ്റിൽ സുഖമായിട്ട് എന്താ പറയാ ന്യൂട്രീഷൻസ് ഒക്കെ എന്താണ് അമ്പലത്തിൽ കോഡ് വഴി അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്യാ പുറത്തേക്ക് വന്ന് അവർ സ്വന്തമായിട്ട് ശ്വസിക്കണം. അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാല് ലങ്സ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്
ലങ്സ് ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഫസ്റ്റ് കൈയിലൂടെ അവരുടെ വായിലേക്ക് എന്താണ് ഓക്സിജൻ ചെല്ലും, പ്രോപ്പർ ആയിട്ട് ലങ്സ് വർക്ക് ചെയ്യാനും തുടങ്ങും. ദെൻ പിന്നെ കുട്ടി ഈ ആ ഒരു ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ എൻവയോൺമെന്റ് ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവുന്ന ടൈമാണ്. അവരെന്ത് ചെയ്യാൻ തുടങ്ങും, തുമ്മാൻ തുടങ്ങും. അതേപോലെ ആ കരയണതും അവർക്ക് അപ്പം പേടിയാണ്. പുതിയൊരു എൻവയോൺമെന്റിലേക്ക് വന്നിട്ട് നമുക്ക് ഒട്ടും അറിയാത്തൊരു എൻവയോൺമെന്റിലേക്ക് വന്നിട്ട് അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ആ ഒരു ടൈമാണ് എന്ത് ചെയ്യുന്നത്, ആ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യാൻ തുടങ്ങും, ചുമക്കണം. അതേപോലെ റെഗുലർ ആയിട്ട് ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ കാണിക്കും. അതേപോലെ സീൽസ് ചെയ്യും. അതൊക്കെ എന്താണ് ആ ഒരു എൻവയോൺമെന്റിലോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആവണേന്റെ ഒരു എന്താണ് ആ ഒരു സ്ട്രഗിൾ ആണ് ആ ടൈം എന്ന് പറയുന്നത്. ഇറഗുലർ ആയിട്ടുള്ള റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കും. അതൊക്കെ എന്താണ് അതൊക്കെ നോർമലാണ്. കുട്ടി നമ്മുടെ ഈ എൻവയോൺമെന്റിലേക്ക് വന്നു, അവർക്കൊന്ന് അഡ്ജസ്റ്റ് ആവാൻ എടുക്കുന്ന പർട്ടിക്കുലർ ആ ഒരു ടൈമാണത്. ഓക്കെ, നോക്കാം. The normal weight of a child is about 7 pounds or 3 kg. 7 pounds അല്ലെങ്കിൽ 3 kg ആണ് എന്ത് വേണ്ട നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത്. The first cry after birth helps the lungs of the child to begin function. അപ്പൊ ആദ്യത്തെ കരച്ചില് അപ്പൊ മുതൽ അവരുടെ ലങ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഫങ്ഷൻ ചെയ്തു തുടങ്ങും. അതുകൊണ്ടാണ് കുട്ടി ജനിച്ച ഉടനെ കരയണം. കരഞ്ഞില്ലേ എന്നാ ചോദിക്കാം. കുട്ടി ജനിച്ചപ്പോ കരഞ്ഞോ എന്ന് ചോദിക്കും. ആ കരഞ്ഞു, അപ്പൊ കുഴപ്പമൊന്നുമില്ല, ആ നോർമലാണ് എന്ന് പറയും. The newborn child tries to adjust with the new environment. അപ്പൊ ആദ്യ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഇത്രയും നാള് കാണാത്തൊരു അമ്മയുടെ വയറ്റിന് സ്പ്രിങ് അത്രയും അമ്മയുടെ ഗർഭപാത്രത്തിന് അത്രയും സേഫ് ആയിട്ടിരുന്ന ആള് പുതിയൊരു എൻവയോൺമെന്റിലേക്ക് വന്നിട്ട് ആ ഒരു സ്ട്രഗിൾ ആണ് ആ ടൈമിൽ കാണുന്നത്. The child sudden walking, choking, irregular respiration, facing similar symptoms. ഇതെല്ലാരും എന്തുകൊണ്ടാണ് നടക്കുന്നത്, ഇറഗുലർ ആയിട്ട് റെസ്പിറേഷൻ ചെയ്യും. ചില കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശ്വാസം അകത്തേക്ക് എടുക്കും, തുമ്മും. അതൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, അഡ്ജസ്റ്റ് ആവാൻ തുടങ്ങിയത്. Instability in initial period after birth show its reaction while attempt to adjust to the new environment. നമ്മുടെ പുതിയ എൻവയോൺമെന്റ് ആയിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് എന്ത്, ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ. റെസ്പിറേഷന്റെ പ്രശ്നങ്ങളും ചോക്കിങ്, അതേപോലെ സീസിങ് ഒക്കെ, തുമ്മണൊക്കെ. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം കേട്ടോ. കുട്ടി തുമ്മണ്. അപ്പൊ ഫസ്റ്റ് ഡേ 2-3 പ്രാവശ്യം അവൻ ഇങ്ങനെ തുമ്മണത് പോലെ തോന്നി. ഞാൻ കുട്ടികളുടെ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഈ കൊച്ചു തുമ്മണുണ്ട് കേട്ടോ, അതെന്തോ തുമ്മുമ്പോ നമ്മ എന്താ വിചാരിക്കുക, എന്തെങ്കിലും ഇൻഫെക്ഷന്റെ ആണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്നെല്ലാം വിചാരിക്കും. എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ആദ്യത്തെ ഡെലിവറി ആയതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ ചോദിച്ചു, ഡോക്ടർ അവൻ തുമ്മലുണ്ട്, ഇടയ്ക്കിടക്ക് തുമ്മി 3 പ്രാവശ്യം തുമ്മി, പിന്നെ എനിക്ക് പറയലും 3 പ്രാവശ്യം തുമ്മിയെന്ന് പറഞ്ഞു. അപ്പൊ അത് കുഴപ്പമില്ലടോ, അത് നോർമലാണ്. കാരണം തുമ്മിക്കോട്ടെ, അവന് തുമ്മിക്കോട്ടെ, തുമ്മലും തുമ്മട്ടെ, അതിനൊക്കെ തിരക്കെന്താന്ന് ചോദിച്ചു. അവന് നോർമൽ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതൊക്കെ നോർമലാണ്, അവന് ഈ എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആവണേ. അപ്പൊ ഞാൻ ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് ആ പേടിയാണ്. ആണോ, എന്തായിരുന്നു അനുഭവം സഞ്ജന? ഈ പ്രശ്നോ? ഓക്കെ, ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് വന്നിരിക്കുന്ന അനുഭവങ്ങള്. എന്റെ മോൻ ജനിച്ചപ്പോഴേ മിസ്സേ ഇങ്ങനെ കുറെ പ്രാവശ്യം ഇങ്ങനെ തുമ്മിക്കൊണ്ടിരുന്നേ. അപ്പൊ കുട്ടികളെ ഡോക്ടർ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്നെ കളിയാക്കി കൊണ്ട് പറഞ്ഞു, ഇത്ര നാളും തന്റെ വയറ്റിന്റെ ഉള്ളിൽ വെള്ളത്തിലല്ലേ ഇവിടെ കിടന്നിരുന്നേ, അപ്പൊ പുറത്തേക്ക് വന്നപ്പോ തുമ്മി പോണതാന്ന്, അത് പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സഞ്ജനയ്ക്കോ? ഇത് അനുഭവമായിരുന്നു മിസ്സേ. ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇങ്ങനെ തുമ്മണുണ്ട് കുട്ടി, അപ്പൊ ഡോക്ടർ ചിരിക്കുകയാണ് ചെയ്തത്. എന്റെ പറയാം, കളിയാക്കിയിട്ടാ പോയത്, ശരിക്കും കളിയാക്കി. കുട്ടി തുമ്മിക്കോട്ടെ, തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ചോദിച്ച് കളിയാക്കിയിട്ട് പോയി. കാരണം അതൊക്കെ നോർമലാണ്. അവൻ ഈ എൻവയോൺമെന്റ് ആയിട്ട് എന്ത് ചെയ്തോണ്ടിരിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യണതിന്റെ ലക്ഷണങ്ങളാണ് അത് കേട്ടോ. ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയേ, എല്ലാരും ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ, വായിച്ചോ എല്ലാരും? നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞേ, ദ ബേബി അറ്റ് ബർത്ത്. ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ മനസ്സിലായത്. മിസ്സേ പറയട്ടെ. പറഞ്ഞു വിടാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ അവർക്ക് നോർമലായിട്ട് ഒരു 3 kg എങ്കിലും വെയിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ അവർ ജനിച്ച ഉടനെ തന്നെ കരയാണെങ്കിൽ അവരുടെ ലങ്സിൻ്റെ ഫങ്ഷനിങ് ഒക്കെ കറക്റ്റായിട്ട് നടക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു പുതിയ എൻവയോൺമെൻറ്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഇങ്ങനെ അതിനായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം ഇങ്ങനെ വല്ലാതെ കരയും, പിന്നെ തുമ്മലുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ ശ്വാസം എടുക്കാനൊക്കെ ചിലപ്പോൾ വേഗം വേഗം ശ്വാസം എടുക്കുക, അങ്ങനത്തെ ഒക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പുതിയ എൻവയോൺമെൻറ്റുമായിട്ട് അവർക്ക് പൊരുത്തപ്പെട്ട് പോകാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പൊ നമ്മള് ചാപ്റ്റർ ലാസ്റ്റ് ആണ്. ഏതായാലും നമ്മുടെ ചാപ്റ്റർ പേര് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആയിരുന്നു. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കി, ഈ പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നോക്കി. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടോ, ഡൗട്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. പെട്ടെന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കി. എന്നിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാ. ഇന്ന് വേഗം വായിച്ചു നോക്കി. എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഡൗട്ട് വല്ലതുണ്ടോ? കുഴപ്പമൊന്നുമില്ലെങ്കിൽ പറയാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വേഗം എല്ലാവരും വായിച്ചു നോക്കൂ കേട്ടോ. വായിച്ചു കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കണേ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒന്ന് റഫായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മതി. വായിച്ചു നോക്കിയാൽ എല്ലാവരും. യെസ് മാം, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? പറഞ്ഞോടാ. അതില്ലേ എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇല്ലേ, അതില് പോസ്റ്റ്നാറ്റല് ഡെലിവറിക്ക് ശേഷം വരുന്ന ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലേ? എന്താണ് പോസ്റ്റ്നാറ്റൽ എൻവിയോൺമെന്റ് ഫാക്ടേഴ്സ്? എൻവയോൺമെന്റ് ഫാക്ടേഴ്സില് പോസ്റ്റ്നാറ്റൽ എന്ന് പറയുന്നത് ഡെലിവറിക്ക് ശേഷം വരുന്ന ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് അല്ലേ? അതെ, പ്രസവാനന്തരം. അപ്പൊ ഒരു എക്സാമ്പിൾ അതിനെ പറ്റിട്ടൊന്ന് പറയുമോ? കണ്ടീഷൻ, എന്താണ് ലിവിങ് കണ്ടീഷൻ, നമ്മളിപ്പോ കുട്ടി ജനിച്ചതിന് ശേഷം വരുന്ന സാഹചര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആവട്ടെ, കുട്ടിയുടെ ലിവിങ് കണ്ടീഷൻ. ഇപ്പൊ നല്ലൊരു സാഹചര്യത്തിലാണ് കുട്ടി വളർന്നു വന്നെങ്കിലും അപ്പൊ നല്ല രീതിയിലായിരിക്കും വളർന്നു തന്നെ. മോശം ഒരു ലിവിങ് കണ്ടീഷനിലൂടെയാണ് അവൻ വളർന്നു വന്നെങ്കിൽ ആ ഒരു ക്യാരക്ടറിലും അതേപോലെ അവന്റെ പെരുമാറ്റത്തിലും ഒക്കെ അത് വളരെയധികം ബാധിക്കും. പിന്നീടുള്ള കാര്യങ്ങൾ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഇത് നമ്മൾ പഠിക്കൂട്ടെ. ചാപ്റ്റർ അടുത്തത് അതാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഓക്കെ, കുറെ നാളായില്ലേ ഒരു ആക്ടിവിറ്റി നമുക്ക് അല്ലെ?
നിങ്ങൾക്ക് വിഷമാവുള്ള ആക്ടിവിറ്റി ഒന്നും ഇല്ല, ക്ലാസ് മാത്രമേ ഉള്ളൂ എപ്പോഴെപ്പോഴും. വലിയ വിഷമമില്ല എന്നാലും. മിസ് ആക്ടിവിറ്റി തന്നോളൂ. മ്യൂട്ട് എപ്പോഴാണ് ആയത്? കുറെ നേരമായി മ്യൂട്ട് ആയിട്ട്. ഇപ്പൊ കേക്കാം, ഇപ്പൊ കേക്കാം. ഇപ്പൊ കേൾക്കാലോ. ആക്ഷൻ സോങ് ആണ്, ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിലുള്ള ആക്ഷൻ സോങ് കേട്ടോ. ഓക്കെ ആണോ? മിസ് ആക്ഷൻ സോങ് ഇത് മാത്രമേ മിസ് പറഞ്ഞുള്ളൂ, ഇപ്പോഴത്തെ മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഇതാ ഓക്കെ ഓക്കെ. ആക്ഷൻ സോങ് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിൽ വന്ന ആക്ഷൻ സോങ്. ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നെക്സ്റ്റ് ആൾ എന്താണ് ആൻസർ പറയുന്ന ടൈമിൽ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആക്ഷൻ സോങ് ജോണി അതേപോലത്തെ. അത് വേണ്ട, അതെല്ലാവർക്കും അറിയണം, കോമൺ ആണ്. അത് വേണ്ട കേട്ടാ, വേറെ ടൈപ്പ്. ഓക്കെ, സെറ്റല്ലേ? നെക്സ്റ്റ് ക്ലാസ് ഫ്രൈഡേ, നെക്സ്റ്റ് ഫ്രൈഡേയില് എല്ലാവരും എന്ത് ചെയ്ത് വന്നിരിക്കണം, പ്രിപ്പയർ ചെയ്ത് വരണം കേട്ടോ. അപ്പൊ മിസ് ഇതിന്റെ മുന്നേ ആക്ടിവിറ്റി തന്നതുണ്ട് ഞങ്ങൾക്ക്. ഏത് ആക്ടിവിറ്റി ആണത്? നമ്പർ കൗണ്ട് ചെയ്യാനുള്ള അങ്ങനത്തെ ആക്ഷൻ സോങ്. അത് ആരും അത് പറഞ്ഞില്ലല്ലോ. പിന്നെ മിസ് ഞങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ വിട്ടുപോയി. കുറച്ച് ലീവ് വന്നില്ലേ നമ്മ, ഓണം വെക്കേഷനും ഇതേപോലെ കുറച്ച് ലീവ് വന്നപ്പോ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. നമ്പേഴ്സിന് എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചേ. ഓക്കെ, എന്നാ ആദ്യം നമ്പേഴ്സിന്റെ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫ്രൈഡേ ആക്ഷൻ സോങ് നമ്പേഴ്സിനെ കുറിച്ചിട്ടാ 1 to 10 എല്ലാവരും ചെയ്തത് ഇല്ലാലോ? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് ആരും ചെയ്തിട്ടില്ല. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരാം. ഒന്നും കൂടി എന്ത് ചെയ്യാ, റിവൈൻഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം. പ്രസന്റേഷൻ ആണ് മാർക്ക് കേട്ടോ, മാർക്കൊന്നുമില്ല. നമ്മൾ അറിഞ്ഞിരിക്കും നമ്മൾ എങ്ങനെയാ പ്രസന്റ് ചെയ്യണത്. നമുക്ക് ആ മടിയൊക്കെ ഒന്ന് മാറി മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് പ്രസന്റ് ചെയ്ത് കാണിക്കണം. ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ ആക്ഷൻ സോങ് ഒന്ന് പറഞ്ഞേന്ന് പറയുമ്പോ ഒരു മടിയും കൂടാണ്ട് കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമുക്കതൊന്ന് പറയാൻ പറ്റണം. വേണ്ടേ? അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോ പിള്ളേരെ പഠിപ്പിക്കണ്ടേ, ആ സമയത്ത് എങ്ങനെയാണോ കുട്ടീനെ മഞ്ചൂത്രി പഠിപ്പിക്കണം അതേപോലത്തെ കുട്ടികളാ ഞങ്ങള് ബാക്കിയുള്ളവരൊക്കെ. അവതരിപ്പിക്കുന്ന ആളൊഴികെ ബാക്കി എല്ലാവരും ഇവിടെ എങ്ങനെയാണ്, കുട്ടികളാണ്. ഞാനടക്കം ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ പഠിപ്പിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്പേഴ്സിന്റെ കേട്ടോ, ഞാൻ മറക്കൂലേ നമ്പേഴ്സിന്റെ. ഓക്കെ, ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കിയാലോ? നോക്കാം. ഓക്കെ, dash is a first question ആണ്. dash is a lifelong process. dash is a lifelong process. Okay, dash is a lifelong process which is connected with physical, behavioral, cognitive and emotional growth and change. Cognitive and emotional growth and change. കിട്ടിയ എല്ലാവർക്കും ക്വസ്റ്റ്യൻ? ഡെവലപ്മെന്റ് അല്ലേ? ഹ്യൂമൻ ഡെവലപ്മെന്റ് അങ്ങനെ എഴുതണം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഓപ്ഷൻ ചിലപ്പോൾ മോട്ടോർ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് എന്നൊക്കെ ഉണ്ടാവും. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് എഴുതണം കേട്ടോ. എല്ലാവർക്കും കിട്ടിയല്ല ക്വസ്റ്റ്യൻ ഫസ്റ്റ്? ഓക്കെ,
dash is based on biological events. Dash is based on biological events which causes growth, which causes growth, which causes growth, trust, sorry, ഒരു മിനിറ്റ് മിസ്റ്റേക്ക് പറ്റി, which causes growth physically that naturally happen, physically that naturally happens in the course during the okay, വിട്ടുപോയാ ഒരു മിനിറ്റ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് മുതൽ പറയണം. Dash is based on biological events which cause growth physically and naturally happen in the course during the early stages of life. In the course during the early stages of life. ഏതാണ്? ഹ്യൂമൻ ഗ്രോത്ത്. ഹ്യൂമൻ ഗ്രോത്ത് കേട്ടോ. ഒന്നും കൂടി ഓക്കേടാ. ടീന, നമ്മുടെ ഹ്യൂമൻ ഗ്രോത്തിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത് കേട്ടോ. നോക്ക്. Dash is based on biological events which cause growth physically that naturally happen in course during the early stages of life. കേട്ടോ. ആൻസർ ഹ്യൂമൻ ഗ്രോത്ത് ആണ്. നെക്സ്റ്റ് കേട്ടോ. ഡ്യൂറിങ് കഴിഞ്ഞിട്ട് എന്താ? During the early stages of life. The early stages of life. Early stages of life കേട്ടോ. കിട്ടിയ എല്ലാവർക്കും ആൻസർ കിട്ടിയാ? യെസ് മാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ. ഓക്കെ മാം. Dash refers to overall changes that result in dash refers to overall changes that result in improved functioning of individual. നോക്കൊന്നും കൂടി പറയണ. Dash refers to overall changes that result in improved functioning of individual development. കേട്ടോ. ആ ബോക്സിൽ നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇംപ്രൂവ്ഡ് കഴിഞ്ഞിട്ട് എന്താ മിസ്സേ? Functioning of individual. Improved functioning of individual. Okay. Dash help us to provide age appropriate task to children. Dash help us to provide age appropriate task to children. Same answer. Development ഒരുപാട് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാം കേട്ടോ. പ്രൊവൈഡ് ചെയ്യാൻ പറയാമോ? Okay. Dash help us to provide age appropriate task to children.
age-appropriate tasks to children. Okay, next question. Development helps in early identification of any dash. Development helps in early identification of any dash. എന്താണ്? Okay. അർസകി മോറി കിട്ടിയാടാ? ഒന്നുകൂടി പറയോ? Okay. Development helps in early Okay. identification of any. Any retardment problem ആണോ മാം? Retarded ഡെവലപ്മെന്റ് കേട്ടോ. നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആയി? 5 questions. 5 question മാം. 5 ക്വസ്റ്റ്യൻ എഴുതി. Okay. Okay. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. Development is dash. ഫസ്റ്റത്തെ ഓപ്ഷൻ ഫങ്ഷണൽ. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഫുൾ ആയിട്ട് ഓപ്ഷൻസും എഴുതിയെടുക്കാൻ നല്ലതായിരിക്കും. Development is dash. Option A functional. Option B successive. Option B successive. Option D continuous. Option C continuous. Option D all of the above. Option D all of the above. എന്താ പറഞ്ഞത് നോക്കിയേ? ഡെവലപ്മെന്റ് all of them. All of the above ആണ് മാം. all of the above. കാരണം എന്താണ്? ഫങ്ഷണൽ ആണ്, സക്സസീവ് ആണ്, അതേപോലെ കണ്ടിന്യൂസ് ആണ്. all of the above ഓപ്ഷൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സക്സസീവ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഫങ്ഷണൽ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഇതിന്റെ ക്യാരക്ടർ ആണ്, ഡെവലപ്മെന്റ് ക്യാരക്ടർ ആണ്. അപ്പൊ കൺഫ്യൂഷൻ വരരുത്. കറക്റ്റ് ആൻസർ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇത് വായിച്ചു നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. The main postnatal factors are. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ, ഓപ്ഷൻസും എഴുതിയെടുത്തോ കേട്ടോ. The main postnatal factors are. Option A physical environment. Option A physical environment. Option B social and emotional environment. Option B social and emotional environment. Option C intellectual environment. Option D all of this. All of this കൊടുക്കണം കേട്ടോ. സി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി ഓപ്ഷൻ. മൂന്ന് ഓപ്ഷൻ. ആദ്യത്തെ ഫിസിക്കൽ എൻവയോൺമെന്റ്, ബി സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്, സി ഇന്റലക്ച്വൽ, ഡി ഓൾ ഓഫ് ദ അബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. What are the main factors that affect growth and development? What are the main factors that affect growth and development? Answer that. Hereditary and environment. Hereditary and environmental factors. Now, okay. എല്ലാവർക്കും കിട്ടി ആൻസർ ചെയ്ത് വെച്ചോ? മാം ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. What are the ആൻസറും കൂടെ പറയാം. main factors
What are the main factors that affect growth and development? That affect growth and development. Hereditary and environmental factors. Answer എഴുതി വെക്കാം കേട്ടോ. Hereditary and Hereditary and environmental factors. പാരമ്പര്യവും പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ഫാക്ടേഴ്സ് കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ ആണോ? മാം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. ദ മെയിൻ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മെയിൻ ഫാക്ടേഴ്സ് ഒരാൾ വായിച്ചേ, ആരെങ്കിലും ഒരാൾ വായിച്ചേ, ഞാൻ മ്യൂട്ടാ വേണം. ആരെങ്കിലും ഒരാൾ വായിച്ചേ. What are the main factors affect growth and development? അതല്ല, അതിന് തൊട്ട് മുന്നേ ഉള്ളതില്ലേ? മെയിൻ പോസ്റ്റ് Okay. The main postnatal factors are അല്ലേ? A, physical environment, B, social and emotional environment, C, intellectual environment, D, all of the above. Next question down. The main hereditary factors that affect growth and development. The main hereditary factors that affect growth and development. The main hereditary factors that affect growth and development. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഉണ്ട്, 3 ഓപ്ഷൻ. ഫിസിക്കൽ ഫീച്ചർ, സെക്സ്, ഹെറിഡിറ്ററി ഡിസീസസ്. ഹെറിഡിറ്ററി ഡിസീസ്. അപ്പൊ അങ്ങനെ ഓപ്ഷൻ 3 തരണമെങ്കിൽ ലാസ്റ്റത്തെ ഓപ്ഷൻ അല്ലേ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്? ഓൾ ഓഫ് ദ എബോവ് കൊടുക്കണോട്ടാ. ഓൾ ഓഫ് ദ എബോവ് ട്ടോ. ഓക്കെ ആണോ? എത്ര ക്വസ്റ്റ്യൻസ് ആയി? 9 അല്ലേ? ഓക്കെ. The period of ovum. The period of ovum dash. Period of ovum. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. നോക്കിക്കോ. 2nd to 8th month, conception to end of the 2nd week. The period from 2nd to 8th week പറഞ്ഞു. 8 months until birth, none of the above. Conception at the end of the 2nd week. ഒന്നുകൂടി പറഞ്ഞ ടൈപ്പ് ചെയ്ത് അയക്കി. കൺസെപ്ഷൻ ടു എൻഡ് ഓഫ് ദ 2nd week. ഓപ്ഷൻസ് അങ്ങനെ ചോദിക്കൂ കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ട്ടോ. ലൈഫ് ബിഗിൻസ് അറ്റ് വലിയ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് വലുതാണ്. വലിയ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ലൈഫ് ബിഗിൻസ് അറ്റ് conception when a ഒന്നുകൂടി പറയാം. Life begins at conception when a sperm cell from the father fertilize with an egg from the mother to form a single
to form a single cell called dash. Zygote. Zygote കേട്ടോ. ഒന്ന് ക്വസ്റ്റ്യൻ പറയോ? ഒന്നുകൂടി പറയാം, വായിക്കാം. Life begins at conception when a sperm cell from the father. Life begins at conception when a sperm cell from the father. From the father fertilized with the egg from the mother. To form a single cell called dash. To form a single cell called dash. Answer ഏതാണ്? Zygote. Zygote ട്ടോ. ക്വസ്റ്റ്യൻ പറയുമ്പോ എല്ലാവരും ഒന്ന് മ്യൂട്ട് ആകട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഒന്നാമതേ തോട്ട് ഇൻഫെക്ഷൻ അപ്പൊ കൂടുതൽ ഇതെടുക്കണം, സ്ട്രഗിൾ എടുക്കണം എന്ന് പറയാനായിട്ടേ. ഈ ലൈഫിന്റെ കുറിച്ചുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓരോന്ന് പറയാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ട്ടോ. The zygote which is fertilized cell contains dash chromosomes. The mother cell and the father cell contribute dash each. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കറിയാം മൊത്തം ക്രോമസോംസ് വെച്ചിട്ടുണ്ടെങ്കിൽ 46 ആണ്. അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ രണ്ടുപേരുടെ കയ്യിൽ എത്ര വീതം കിട്ടണത്? 23 വെച്ചാണ്. ഓപ്ഷൻസ് വരുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ 46 23 അല്ലെങ്കിൽ 43 26 അതേപോലെ 23 46 അങ്ങനെ പല ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കണം എവിടെ വരണം 46 എവിടെ വരണം 23 എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ട്ടോ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാമോ? ഓക്കേടാ, ഒന്നുകൂടി പറയാവേ. The zygote which is a fertilized cell. The zygote which is a fertilized cell contains dash chromosomes from the mother and the father. Dash chromosomes from the mother and the father. Chromosomes from the mother and the father contribute dash each. 46 ആണ് ഫസ്റ്റത്തെ ഓപ്ഷനിൽ വരുന്നത്, ഡാഷിൽ വരുന്നത്. രണ്ടാമത്തെ ഡാഷിൽ 23 ട്ടോ. നോക്കട്ടെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The hundreds of invisible particles called dash കൊടുക്കാം. control dash കഴിഞ്ഞിട്ട് control hereditary threads. The hundreds of invisible particles called dash control hereditary threads. ഏതാണ് അതിന്റെ പേര്? ജീൻസ് ആണ്. ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടി പറയാവേ. The hundreds of invisible particles called dash life കൊടുക്കുക dash control hereditary threads.
ഓക്കെ ആണ് എല്ലാവർക്കും? Okay, ma'am. Okay. The X and Y chromosomes determine the sex of the child. If the father contribute, a sentence complete ചെയ്തോ? The X and Y chromosomes determine the sex of the child. Full stop. If the father contribute 23X chromosomes, the child will be dash. Female. ഏതായാലും ഫീമെയിൽ. female. Okay. If the father contributes, next question, if the father contributes 22x and one Y chromosome, the child will be dash, male. ചിലപ്പോ ഒരുമിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതേപോലെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഒരുമിച്ചായിരിക്കും ക്വസ്റ്റ്യൻ. ഫീമെയിൽ ആൻഡ് മെയിൽ എന്നുള്ളത് എ ഓർ ബി. ഓപ്ഷൻ എയില് ഫീമെയിൽ കോമ മെയിൽ എന്നായിരിക്കും, അല്ലെങ്കിൽ ബി ഓപ്ഷനിൽ മെയിൽ കോമ ഫീമെയിൽ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. പഠിച്ചു വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? ലാസ്റ്റ് രണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യനാ ക്രോമസോംസിന്റെ ഒക്കെ അല്ലെ. ജീനിന്റെ ക്വസ്റ്റ്യൻ ആദ്യം പറയാം കേട്ടോ. The hundreds of invisible particles. മിസ്സേ പ്രാക്ടിക്കൽസ് അല്ലേ? അതെ, പാർട്ടിക്കിൾസ് അല്ലേ? സോറി, പാർട്ടിക്കിൾസാ കേൾക്കണത്. പ്രാക്ടിക്കൽ അല്ലേ? അതെ, പ്രാക്ടിക്കൽസ് എന്നാണ് PDF-ലുള്ളത്. ഓക്കെ. പാർട്ടിക്കിൾസ് എന്നാ പറയണത്. ഞാൻ ആ ചെറിയൊരു പാർട്ടിക്കിൾസിന്റെ ഓർമ്മയില് അങ്ങനെ പറയണേ. കോൾഡ് ഡാഷ് കൺട്രോൾ ഹെറിഡിറ്ററി ത്രെഡ്സ്. ആ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ആ മാം, ഓക്കെ മാം. ഇനി നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം, നമുക്ക് പെട്ടെന്ന് കിട്ടിയിരിക്കണം. If the father contribute 23X chromosome, the child will be dash. The father contribute 23X chromosomes, the child will be dash. Next question അതിന്റെ ഓപ്ഷൻ തന്നെയുണ്ട്. If the father contribute 22X chromosome and one Y chromosome, the child will be dash. നോക്കിയിട്ടൊന്ന് എഴുതട്ടോ. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? ഓക്കെ. എന്റെ സൗണ്ട് മറ്റടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഒരു ഭയങ്കര പെട്ടെന്ന് പറഞ്ഞെങ്ങനെ നിർത്തിയാ മതി അങ്ങനൊരു ഭയങ്കര ഇത്, അതുകൊണ്ടാണ്. പിന്നെ ക്വസ്റ്റ്യൻ തരാതിരിക്കാൻ എനിക്ക് തോന്നണില്ല. ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. The egg dividing and moves slowly through the fallopian tube to the uterus. The egg dividing and moves slowly through the fallopian tube to the uterus and attached to lining of the uterus. Attached to the lining of the uterus
lining of the uterus is called dash. Is called dash. Implantation. Implantation ആണ് ട്ടോ. കിട്ടിയെല്ലാവർക്കും ക്വസ്റ്റ്യൻ എത്രണ്ണായി നമ്മുടെ 16. 16. ഒരു ക്വസ്റ്റ്യൻ കൂടെ അല്ലേ. The first organ that developed in an embryo. The first organ that developed in an embryo. ഏത് organ ആണ്? Heart. Okay, heart. എല്ലാവർക്കും കിട്ടിയാലോ? മിസ് ഒന്നുകൂടെ പറയാമോ ക്വസ്റ്റ്യൻ? The first organ that developed in an embryo is dash. The first organ that developed in an embryo is dash. ഒരു ക്വസ്റ്റ്യൻ ട്ടോ. Through dash fertilized ovum bracket zygote receive nutritions from the bloodstream of the mother. ഒന്നുകൂടി പറയാ. The dash where the fertilized ovum bracket zygote receive nutritions from the bloodstream of the mother. എങ്ങനെയാണ്? പ്ലാസന്റ. പ്ലാസന്റ ഉണ്ടോ? പ്ലാസന്റ. ആൻസർ എഴുതിക്കോ, പ്ലാസന്റ. ഓക്കെ അല്ലേ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. Okay. The dash way fertilized ovum bracket zygote receive nutrition from bloodstream of the mother. Okay, എല്ലാവർക്കും ക്വസ്റ്റ്യൻസ്? ഓക്കെ മാം. ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ആക്ഷൻ സോങ് കേട്ടോ. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വന്നോട്ടാ. ഓക്കെ അല്ലേ? Yes, ma'am. Yes, ma'am. Thank you. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.